ഹലോ ഗായ്സ്, വെൽക്കം ടു വ്ളോഗ് ടീൽസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടോണ്ടണിലോട്ട് പോവുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബേബിയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട് എൻ്റെ ബ്രദർ താമസിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ തുടങ്ങിയാണ് ഗൈസ്. ട്രെയിൻ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ഭാവി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് അറിഞ്ഞൂടെ, അത്രയും ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാവയെ കാണണം, എത്രയും പെട്ടെന്ന് വാവയെ കാണണം. അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് അങ്ങനെയാണല്ലോ. നമ്മൾക്ക് അവന്മാരെയൊക്കെ ഇതുപോലെ ദൂരെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ട്രെയിൻ വന്നു, ഞങ്ങൾ ബസ് കിട്ടി. അങ്ങനെ ബസ്സിലിരിക്കുകയാണ്. ഇനിയാണ് ഞങ്ങൾക്കൊരു 4 hours യാത്രയുള്ളത്. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങി എണീറ്റപ്പോൾ അവിടെ എത്തിയായിരുന്നു. നല്ല അത്യാവശ്യം ക്ഷീണമുള്ളൊരു യാത്രയായിരുന്നു. ഞങ്ങളങ്ങനെ ചേട്ടൻ്റെ വീട്ടിലെത്തി ഗായ്സ്. അതാണ് എൻ്റെ ചേട്ടൻ്റെ വൈഫ്, ഇതാണ് ചേട്ടൻ. ഞങ്ങൾ എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു. കുറേ നാളായല്ലോ എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരെയും കണ്ടു. അങ്ങനെ താരം എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് ബർത്ത്ഡേ ബോയ്, എൻ്റെ ബ്രദറിൻ്റെ വാവ എൻസോ ദിൽഹേഷ്. ആൾക്ക് അങ്ങനെ 1 വയസ്സാവാൻ പോവായിരുന്നു. അതിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ് ഞങ്ങൾ പോയത്. ആൾ ഫുൾ ഓണിലായിരുന്നു. ചേട്ടൻ്റെ സ്പെഷ്യൽ മൂവ്സ്. ചേട്ടൻ അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കും ഗൈസ്. എന്നെ പോലെയല്ല, എൻ്റെ ബ്രദർ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കും. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു വാവയായിട്ട്. അങ്ങനെ അവന് പുതിയ ടോയൊക്കെ കിട്ടിയ ഹാപ്പിയിൽ. പക്ഷെ അവന് വലിയ ആദ്യം ക്രൈസൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവനെ അതിനോട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഡെക്കറേഷൻ. ഞങ്ങളെല്ലാവരും ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയാലോ എന്ന് വരെ ചിന്തിച്ച ഒരു ഡെക്കറേഷനായിരുന്നു അത്. എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് ചെയ്ത ഒരു ഡെക്കറേഷനായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ എത്തിത്തുടങ്ങി. ബർത്ത്ഡേ പാർട്ടി ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് കേക്ക് കട്ട് ചെയ്തപ്പോഴും അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നിന്ന്. ഞാൻ പ്രതീക്ഷിച്ചു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിലൊക്കെ വരുമ്പോൾ അവൻ കരയാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ കഴിയുന്നത് വരെ അവൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ നല്ല മിടുക്കനായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മലയാളികളെ എനിക്കന്ന് അവിടെ കാണാൻ പറ്റി. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും മലയാളികൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചേട്ടൻ നിൽക്കുന്നിടത്ത് ഒരുപാട് മലയാളികളുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ തന്നെ ഒരു ഫ്രണ്ട്, ഒരു മലയാളി ചേച്ചി ചെയ്തതായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ്, അതേ ഫ്ലേവറുള്ള സൂപ്പർ കേക്കായിരുന്നു. ഇനി ഫുഡ് അടിയായിരുന്നു ഗൈസ്. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതും നമ്മുടെ മലയാളി ചേട്ടൻ തന്നെയാണ് ചെയ്തത്. നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴുള്ള ബിരിയാണി സെറ്റപ്പായിരുന്നു. ബിരിയാണി അല്ല, സോറി, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. ഇതായിരുന്നു. ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഒരു വ്യൂ നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഡെക്കറേഷൻ കണ്ട് ഞങ്ങൾ തന്നെ അഭിമാന പുളകിതരായിരുന്നു. എല്ലാവരും ടയേർഡായിരിക്കുന്ന ഒരു ടൈമായിരുന്നു ഗൈസ് ഇത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് മാവേ ഉറങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും ടയേർഡായിരുന്നു പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഭയങ്കര സാഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.